എറണാകുളം ജില്ലയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി അത്ഭുതങ്ങൾ കാട്ടിവരുന്ന 2020 ഇന്ന് മറ്റൊരു അപ്രതീക്ഷിത തീരുമാനത്തിലേക്ക് വരികയാണ്. NDA സഖ്യത്തോടൊപ്പം ചേർന്ന് BJPക്കൊപ്പം ചേർന്ന് പ്രവർത്തിക്കുവാനാണ് 2020യുടെ തീരുമാനം. 2020യുടെ സ്ഥാപകൻ, അതിൻ്റെ എല്ലാമായ ശ്രീ സാബു ജേക്കബ് എന്നോടൊപ്പമുണ്ട്. ശ്രീ സാബു ജേക്കബ്, എന്താണ് ഇങ്ങനെ ഒരു തീരുമാനത്തിന് പിന്നിൽ? എന്തുകൊണ്ട് BJP? ഇതുവരെ BJPയെ തള്ളിപ്പറഞ്ഞിരുന്ന ഒരാളല്ലേ താങ്കൾ? ഞാൻ ആദ്യമായിട്ട് എനിക്ക് പറയാനായിട്ടുള്ളത്, ഞാനൊരു രാഷ്ട്രീയക്കാരനല്ല, ഞാനൊരു വ്യവസായിയാണ്. എന്നെ വ്യവസായിയായിട്ടാണ് ആളുകൾ അറിയപ്പെടുന്നത്. ഞാൻ ഈ രാഷ്ട്രീയത്തിലേക്ക് വരാനായിട്ടുണ്ടായ സാഹചര്യങ്ങളുണ്ട്. കാരണം ഈ കേരളം LDFും UDFും മാറി മാറി ഭരിച്ച് ഓരോ ദിവസവും പുറകോട്ട് നയിക്കുന്ന ഒരു സാഹചര്യം വന്നു. അത് കൂടാതെ ആളുകളുടെ കഷ്ടപ്പാട്, ഞങ്ങൾ ഇതുമായിട്ട് ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത് ഒരു നേരം പോലും വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുന്ന ആളുകളെ ഞങ്ങൾ ഒരുപാട് കണ്ടു. അങ്ങനെയുള്ള കുടുംബങ്ങളെ കണ്ടു. ഒരു നല്ലൊരു വീടിന് വേണ്ടിയിട്ട് കൊതിക്കുന്ന ആളുകളെ കണ്ടു. കൊച്ചു കുട്ടികൾ അല്പമെങ്കിലും വയറ് നിറയ്ക്കാൻ കഷ്ടപ്പെടുന്നത് ഞങ്ങൾ കണ്ടു. അപ്പോൾ ഇതിനൊരു മാറ്റം വരുത്തണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഞങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത്. അല്ലെങ്കിൽ വ്യവസായികളുടെ ജോലി രാഷ്ട്രീയമായിട്ട് ബന്ധമില്ല. അങ്ങനെ വരുന്ന സമയത്ത് ഞങ്ങൾ മനസ്സിലാക്കിയൊരു സത്യം, ഇവിടെ ഈ മാറി മാറി ഇടതും വലതും വന്ന് ഈ 5 വർഷം കൊണ്ട് പരമാവധി ഈ രാജ്യത്തെ, ഈ നാടിനെ കൊള്ളയടിച്ച് സമ്പാദിക്കുക എന്നതിനേക്കാൾ ഉപരി വേറെ ലക്ഷ്യങ്ങളൊന്നുമില്ല എന്ന് മനസ്സിലാക്കി. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നാടിന്റെ വികസനം ഉറപ്പാക്കിക്കൊണ്ട്, ജനങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കിക്കൊണ്ട് ഒരു രാഷ്ട്രീയ സംവിധാനം ഉണ്ടാക്കാം. അപ്പോൾ ഈ കേരളം നശിപ്പിച്ചവരെ പറ്റി അവർ ചെയ്യുന്ന തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവരെ ഞാൻ വ്യക്തമായിട്ട് തള്ളി പറഞ്ഞിട്ടുണ്ട്. അതിപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇനിയായാലും അത് തന്നെയായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ താങ്കൾ പറഞ്ഞ മാതിരി BJP കേരളത്തിനെ സംബന്ധിച്ച് ഒരു പിക്ചറിൽ വരുന്നൊരു പാർട്ടിയല്ല. കാരണം നേരിട്ട് അവർക്ക് യാതൊരു ബന്ധവും ഇവിടുത്തെ ഭരണവുമായിട്ട് വന്നിട്ടില്ല. അങ്ങനെ അവരെ തള്ളി പറയേണ്ട ഒരു സാഹചര്യവും എനിക്ക് വന്നിട്ടില്ല. പക്ഷെ താല്പര്യപ്പെട്ടിട്ടില്ലല്ലോ. താങ്കളോട് പലപ്പോഴും പലരും ചോദിച്ചിട്ടുള്ളതാണ് BJPയുമായി താങ്കളുടെ ബന്ധം എങ്ങനെയാണ്. പിന്നെ താങ്കൾ ചർച്ച നടത്തി എന്നുള്ള രീതിയിൽ വാർത്തകൾ വന്നപ്പോഴും താങ്കൾ അതിനെ തള്ളി പറഞ്ഞിരുന്നു. എനിക്ക് അങ്ങനെ ബന്ധമില്ല, അങ്ങനെ ഞാൻ ഒരിടത്തും പോയിട്ടില്ല എന്ന്, അങ്ങനെ പോകാൻ ആഗ്രഹിക്കുന്നുമില്ല എന്ന്. പിന്നെ പെട്ടെന്ന് എങ്ങനെ ഈ ഒരു തീരുമാനം? ഇവിടെ ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കേണ്ടത്, 14 വർഷമായി ഞാൻ ഈ നാടിനെ സേവിക്കാൻ തുടങ്ങിയിട്ട്. ഈ 14 വർഷത്തിനുള്ള ഒരിക്കൽ പോലും ഞങ്ങൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമാകണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുമില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നിട്ടുമില്ല. താങ്കൾക്ക് വിളി വന്നിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ പ്രതിനിധികളായിട്ട് ഉമ്മൻചാണ്ടി സാറും രമേശ് ചെന്നിത്തലയും VD സതീശനും കൂടി 3 മണിക്കൂർ ഞങ്ങളുടെ വീട്ടിൽ വന്ന് ചർച്ച ചെയ്തിട്ടുണ്ട്. CPMന്റെ ജില്ലാ നേതൃത്വത്തിലെ മുൻ നേതാക്കന്മാരടക്കം 5 പേര്, മുൻ ജില്ലാ മേധാവികളടക്കം, ഇവരെല്ലാവരും 5ഓ 6ഓ പ്രാവശ്യം വന്ന് ചർച്ച ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട് പോയില്ല? ഞങ്ങളുടെ സമീപനം അല്ലെങ്കിൽ അവരുടെ ആശയവുമായിട്ട് ഞങ്ങൾക്ക് യോജിച്ച് പോകാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ആ ഒരു നിലപാടാണ് എടുത്തത്. അപ്പോൾ ഈ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും പലരും അങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിച്ചു. ഇത് BJPയുടെ B ടീമാണ്, BJPയുമായിട്ട് ചർച്ച നടത്തി. എന്നാൽ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് വരെ ഇതുവരെ ഒരു BJP നേതാക്കന്മാരെ കാണുകയോ സംസാരിക്കുകയോ ചെയ്യാത്ത ഒരാളാണ് ഞാൻ. പക്ഷേ LDFകാരും UDFകാരും കോൺഗ്രസ്സുകാരും CPMകാരും താങ്കളെ വന്ന് കണ്ട് പിന്തുണ ആവശ്യപ്പെട്ടപ്പോൾ BJP ഒഴിഞ്ഞു നിന്നു എന്ന് അത് വിശ്വസിക്കാൻ അല്പ പ്രയാസമുണ്ട്. അല്ല, BJPക്ക് അതിന്റെ ആവശ്യം, അല്ലെങ്കിൽ അവര് അങ്ങനെ ഒരു പാർട്ടി സംവിധാനം ഈ പറയുന്ന കുന്നത്തുനാടിലോ അങ്ങനെയൊന്നും വളർന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവര് എന്തുകൊണ്ട് വന്നില്ല എന്നുള്ള ചോദ്യം അവരോട് ചോദിക്കേണ്ടതാണത്. അങ്ങനെ ഒരു ചർച്ച എന്നെ സംബന്ധിച്ച് രാഷ്ട്രീയക്കാരുടെ മാതിരി ഭയക്കേണ്ട കാര്യമില്ല, ഭയക്കുന്ന ആളുമല്ല ഞാനത്. ചർച്ച നടന്നിട്ടുണ്ട് എങ്കിൽ ചർച്ച നടന്നിട്ടുണ്ടെന്ന് പറയും, ആരെ കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടെന്ന് പറയും. അതിന് ഭയക്കേണ്ട കാര്യമില്ല. കാരണം ഞാൻ ആരുടെയും ഔദാര്യത്തിൽ ജീവിക്കുന്ന ഒരാളല്ല. പിന്നെ എങ്ങനെയാണ് ഇപ്പോൾ BJPയോട് അടുക്കുവാൻ തോന്നിയത്? ഇപ്പോൾ 2 കാരണങ്ങളാണുള്ളത്. ഒന്ന്, ഈ തെരഞ്ഞെടുപ്പിൽ LDFും UDFും ഒരു നിലപാടെടുത്തു.
അതായത് ഞങ്ങൾ വളർന്നു വരുന്നത് എറണാകുളം മേഖലയിൽ അവർക്ക് വലിയ അപകടം ഉണ്ടാക്കുമെന്നുള്ളത്, എറണാകുളം ജില്ലയിൽ പൊതുവെ എല്ലായിടത്തും ഉണ്ടാക്കുമെന്നുള്ളത് അവർക്കറിയാം. പിന്നെ ഞങ്ങൾ എറണാകുളം ജില്ല വിട്ടിട്ട് 7 ജില്ലകളിലേക്ക് ഞങ്ങൾ വ്യാപിപ്പിച്ചു. ഈ തവണ ഞങ്ങൾ 880 സീറ്റുകൾ മത്സരിക്കാൻ തീരുമാനിച്ചതിൽ കൊല്ലമുണ്ട്, അവിടെ മത്സരിച്ചു. പത്തനംതിട്ടയുണ്ട്, കോട്ടയം, ഇടുക്കി, തൃശ്ശൂർ, പാലക്കാട്. ഇപ്പോൾ നിങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ എത്ര മണ്ഡലത്തിലെങ്കിലും സ്വാധീനമുണ്ട്? എനിക്ക് തോന്നുന്നു കുന്നത്തുനാട് എന്നുള്ള ഒറ്റ മണ്ഡലമല്ലേ? അത് 2021 ഞങ്ങൾ നിയമസഭയിൽ മത്സരിക്കുന്ന സമയത്ത് 8 മണ്ഡലങ്ങളെ ഞങ്ങൾ മത്സരിച്ചു. അത് എറണാകുളം ജില്ല മാത്രം നിർത്തി. അന്ന് ഞങ്ങൾക്ക് ഈ പറയുന്ന കുന്നത്തുനാട് ഒഴിച്ച് ബാക്കിയുള്ള 7 മണ്ഡലങ്ങളിലും ഞങ്ങൾക്ക് ഒരു പാർട്ടി സംവിധാനങ്ങളോ പാർട്ടി സംഘടനയോ ഉണ്ടായിരുന്നില്ല. ആ സാഹചര്യത്തിൽ മത്സരിച്ചിട്ട് 15.3% വോട്ടുകൾ ഞങ്ങൾ നേടി ഈ 8 നിയോജക മണ്ഡലങ്ങളിൽ കൂടിയിട്ട്. ഇന്നതല്ല സാഹചര്യം. ഇന്ന് ഞങ്ങൾക്ക് ഏതാണ്ട് 9 ജില്ലകളിൽ സംഘടനാ സംവിധാനമുണ്ട്. ഏതാണ്ട് 50ഓളം നിയമസഭാ മണ്ഡലങ്ങളിൽ ഞങ്ങൾക്ക് പാർട്ടി വളരെ ശക്തമായിട്ടുള്ള പാർട്ടി ഓഫീസുകളുണ്ട്, പാർട്ടി സംഘടനയുണ്ട്, പാർട്ടി അവിടെ നേതൃത്വങ്ങളുണ്ട്. അങ്ങനെ ഒരു സംവിധാനമായിട്ട് മാറിയിരിക്കുന്നു. അപ്പൊ 2021 അവസ്ഥയല്ല ഇന്ന് 2020 അവസ്ഥ. പക്ഷെ പിടിച്ച പഞ്ചായത്തുകളുടെ എണ്ണത്തിൽ കുറവുണ്ടായിട്ടുണ്ടല്ലേ? ഇല്ല. ഞങ്ങള് കഴിഞ്ഞ തവണ 2020 മത്സരിക്കുമ്പോൾ 4 പഞ്ചായത്തുകൾ ഞങ്ങൾ ഭരണം നടത്തിയിരുന്നു. ഈ തവണ ഞങ്ങള് 4 പഞ്ചായത്തുകൾ ഭരിക്കുന്നുണ്ട്. ഞങ്ങൾ ഭരിച്ചുകൊണ്ടിരുന്ന 2 പഞ്ചായത്തുകൾ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. അവിടെ ഞങ്ങൾ പ്രതിപക്ഷമായി. പക്ഷേ 4 പഞ്ചായത്തുകൾ ഞങ്ങൾ ഇപ്പോഴും ഭരിക്കുന്നുണ്ട്. അപ്പൊ പുതുതായിട്ടുള്ള 2 പഞ്ചായത്തുകൾ ഞങ്ങൾ പിടിച്ചെടുത്തു. പക്ഷേ ഈ പറയുന്ന നേട്ടം എന്ന് പറയുന്നത് 25 പാർട്ടികൾ ഒന്നിച്ച് നിന്നിട്ട് 50% മേലെ വോട്ട് പിടിച്ചാണ് ഞങ്ങൾ അത് നിലനിർത്തിയത്. അതിനേക്കാൾ ഉപരി ഞങ്ങൾ 10% സീറ്റുകൾ വർദ്ധിപ്പിച്ചു എന്നുള്ളതാണത്. 81 ഉണ്ടായിരുന്ന 89 സീറ്റുകളിലേക്ക് ഞങ്ങൾ ഉയർന്നു എന്നുള്ളതാണത്. അപ്പോൾ 25 പാർട്ടികൾ LDF-ഉം UDF-ഉം കൂടി സഖ്യമുണ്ടാക്കി ഒന്നിച്ച് ഞങ്ങളെ നേരിട്ടിട്ടും ഞങ്ങളെ പരാജയപ്പെടുത്താൻ സാധിക്കാതെ ഞങ്ങൾ വളർന്നു എന്നുള്ളതാണ്. ഇപ്പോൾ കേരളത്തിൽ ഒരു ഭരണമാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന രീതിയിലുള്ള ഒരു വിലയിരുത്തലാണല്ലോ. അപ്പോൾ അവിടെ UDF അല്ലേ കുറച്ചുകൂടി സേഫ് ആയിട്ടുള്ള ഒരു മുന്നണി എന്ന് പറയുന്നത്? എന്തുകൊണ്ട് താങ്കൾ UDF സെലക്ട് ചെയ്തില്ല? ഇപ്പോഴും കോൺഗ്രസിന് 2020 സ്വീകരിക്കുവാൻ മടിയുണ്ടാകില്ലല്ലോ. ഇല്ല, ഇപ്പൊ ഈ UDF അങ്ങനെ ഒരു താല്പര്യം ഉണ്ടാകുമെന്നേ. ഒന്ന്, ആശയപരമായിട്ട് നമുക്ക് യോജിക്കാൻ സാധിക്കണം. ഇപ്പോ യോജിക്കാൻ സാധിക്കണോ? ഞങ്ങൾ പണ്ട് മുതലേ UDF-ഉം അല്ലെങ്കിൽ LDF-ഉം അല്ലെങ്കിൽ കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റിന്റെയും ആശയപരമായിട്ട് ഞങ്ങൾക്ക് യോജിക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് 21 ഈ 2 മുന്നണികളും ഞങ്ങളെ സമീപിച്ചിട്ടും ഞങ്ങൾ അങ്ങനെ മൃദുവായിട്ടുള്ള സമീപനം എടുക്കാതെ ആ മുന്നണിയിൽ ചേരണ്ടെന്ന് തീരുമാനിച്ചത്. ഇപ്പോഴും നമുക്കിപ്പോ ഈ രാഷ്ട്രീയ പാർട്ടിക്കാരെ സംബന്ധിച്ച് അവർക്ക് ഇലക്ഷനിൽ മത്സരിക്കുക, ഏത് മുന്നണികൾ ആരെ കിട്ടിയാലും അവരെ എടുക്കുക, അവരുമായിട്ട് സഖ്യമുണ്ടാക്കുക, എങ്ങനെയും സീറ്റ് പിടിക്കുക, അധികാരം കിട്ടുക, എന്നിട്ട് രാജ്യം കട്ടുമുടിക്കുക. അല്ല, അത് തന്നെയല്ലേ BJP ചെയ്യുന്നത്? ഇപ്പോ BJP ഇന്ത്യ ഭരിക്കാൻ തുടങ്ങിയിട്ട് 12 വർഷമായി. ഒന്നാമത് തെരഞ്ഞെടുത്തു, രണ്ടാമത് തെരഞ്ഞെടുത്തു, മൂന്നാമതും തെരഞ്ഞെടുത്തു. ഏതെങ്കിലും ഒരു അഴിമതി, ഏതെങ്കിലും ഒരു മന്ത്രിമാരല്ലെങ്കിൽ ഈ BJP ഭരിച്ചിട്ട് കേന്ദ്രം ഭരിച്ചിട്ട് ഒരു അഴിമതി ചൂണ്ടിക്കാണിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും പ്രതിപക്ഷം സാധിച്ചിട്ടുണ്ടോ? BJP എങ്ങനെ കട്ടുമുടിച്ചു എന്ന് പറയാൻ പറ്റും? ഇന്ത്യ ഇന്ന് ലോകത്തില് 1ാം നിലയിലേക്ക് ഉയർത്തിയത് ആരാണത്? ഈ BJP ഭരണം വന്നതിന് ശേഷം. എനിക്കറിയാം, ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതാണ്. ഇതിനു മുമ്പ് നമ്മൾ ഈ ഇന്ത്യ വിട്ട് മറ്റു രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ തല താഴ്ത്തി നടക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. കാരണം ഇന്ത്യക്കാരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദരിദ്ര രാജ്യമാണ്, ഒരു തേർഡ് വേൾഡ് ആണെന്നുള്ള രീതിയിലാണ് നമ്മളെ ആളുകൾ കണക്കൂട്ടിയിരുന്നത്. ഇന്ന് ഈ രാജ്യങ്ങളിലൊക്കെ അതേ രാജ്യങ്ങളിൽ നമ്മൾ സഞ്ചരിക്കുമ്പോൾ തല ഉയർത്തി നമുക്ക് നടത്താനായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കിയത് BJP വന്നതിന് ശേഷം. കേരളത്തിൽ BJPക്ക് എന്തുകൊണ്ട് പറ്റുന്നില്ല? കേരളത്തിൽ BJPക്ക് ഇതുവരെ ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചു, അത് ശരി തന്നെയാണ്. പക്ഷേ മറ്റ് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. തൃശ്ശൂർ MPയെയും കിട്ടി. പക്ഷേ ഇവിടെ ഈ മൈനോറിറ്റീസിൻ്റെ ഒരു ന്യൂനപക്ഷങ്ങളുടെ ഒരു പാർട്ടിയായിട്ട് ഇതുവരെ BJP വന്നിട്ടില്ല. അവരുടെ ഒരു സെലക്ഷനിലേക്ക് കടന്നു വന്നിട്ടില്ല. അല്ല, അത് ജനങ്ങൾ തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളെപ്പോഴും BJPയെ ഒരു വർഗീയ പാർട്ടിയായിട്ട് ചിത്രീകരിച്ച് ഇവിടെ ഇടതും വലതും ചേർന്ന് അവരെ ആ ഒരു ലേബലിലാണ് കാണുന്നത്. ഇപ്പൊ ഇന്നത്തെ
ഒരു അലയൻസ് തന്നെ 2020-യുമായിട്ടുള്ള അലയൻസ്, ആ രീതിയിൽ ഒരു ചിന്താഗതി അവർക്കുണ്ടായിരുന്നെങ്കിൽ എന്നെ പോലെ ഒരു പാർട്ടിയുമായിട്ട് അവര് ഒരു സഖ്യമുണ്ടാക്കുമോ? കേരളത്തെ ചേർത്ത് നിർത്തുക, എല്ലാ വിഭാഗങ്ങളെയും ചേർത്ത് നിർത്തുക എന്നുള്ളൊരു മെസ്സേജ് കൂടിയുണ്ട് ഇന്നത്തെ ഈ സഖ്യ പ്രഖ്യാപനത്തിൽ. അത് പ്രധാനമന്ത്രി തന്നെ ചെയ്യുന്നതിന്റെ കാരണവും അത് തന്നെയാണ്. കേരളത്തിൽ എന്തായാലും ക്രിസ്ത്യൻ സമുദായത്തെ കൂടെ നിർത്തുവാൻ BJP ശ്രമിക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി, ഇല്ല അതിപ്പോഴും ഒരു തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിനാണ് ഈ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് എന്നൊക്കെ പറയുന്നത്. വിജയം കാണുന്നില്ല. കാരണം സഭകളൊക്കെ അനുകൂലമായിട്ട് വന്നാലും ചില പ്രശ്നങ്ങളുണ്ടല്ലോ, സംഘപരിവാറിന്റെ ചില നടപടികളൊക്കെ. താങ്കൾ അതിനെക്കുറിച്ച് വ്യാകുലനല്ലേ? ഇവിടെ നമ്മളിപ്പോൾ ഇതെല്ലാം പറയുന്നുണ്ട്. ഇപ്പൊ സിറിയയിൽ എന്താ നടക്കുന്നത്, ബംഗ്ലാദേശിൽ എന്താ നടക്കുന്നത്, പാകിസ്ഥാനിൽ എന്താ നടക്കുന്നത്? ഇവിടെയൊക്കെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒക്കെ ആക്രമിക്കപ്പെടുന്നില്ലേ? മുസ്ലിങ്ങൾ ആക്രമിക്കപ്പെടുന്നുണ്ട്. പല സ്ഥലങ്ങളിലും പല സംഭവ വികാസങ്ങൾ നടക്കുന്നുണ്ട്. ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും അങ്ങിങ്ങായിട്ട് ചില സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ടത്. പക്ഷേ അത് കുറേയൊക്കെ മാധ്യമങ്ങൾ അതിനെ സൃഷ്ടിച്ചെടുത്ത് വളച്ചൊടിച്ചൊക്കെ അത് പ്രസിദ്ധപ്പെടുത്തുന്നുള്ളതാണ്. ഇന്ന് കേരളത്തിൽ ഏതെങ്കിലും പള്ളികളോ അമ്പലങ്ങളോ ആക്രമിക്കപ്പെട്ടിട്ടുണ്ടോ? കാരണം കേരളം ഭരിക്കുന്നത് LDF ആണ്, അല്ല UDF ആയിരുന്നു, അങ്ങനെ മാറി മാറി. ഈ സംസ്ഥാനങ്ങളിലൊക്കെ കോൺഗ്രസ് ഇല്ലേ, മറ്റു പാർട്ടികളില്ലേ? എന്തുകൊണ്ട് അവർക്ക് തടയാൻ പറ്റുന്നില്ല? അതുകൊണ്ട് LDF ഭരിച്ചതുകൊണ്ട് സഭകൾ പറയുന്നത്, അവർ കഴിഞ്ഞ ദിവസം ഓർത്തഡോക്സ് സഭ ഇക്കാര്യം പറഞ്ഞിരുന്നു, ഞങ്ങൾക്ക് BJP-യോട് എതിർപ്പില്ല, മോദിയോട് എതിർപ്പില്ല, അവരെയൊക്കെ ബഹുമാനിക്കുന്നു. പക്ഷേ ഈ ക്രൈസ്തവ വൈദികർക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങൾ, പള്ളികൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങൾ, ഞങ്ങൾക്ക് അതിനോട് യോജിച്ചു പോകാൻ പറ്റില്ല, ഇത് മാത്രമാണ് എതിർപ്പെന്ന്. അപ്പോൾ ഈ എതിർപ്പ് താങ്കൾക്കില്ലേ എന്നുള്ളത്? നമുക്ക് ഇപ്പോൾ സിറിയയിൽ നടക്കുന്നതിന്, എത്യോപ്യയിൽ നടക്കുന്ന, ബംഗ്ലാദേശിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മളിവിടെ ഇരുന്ന് ചർച്ച ചെയ്താൽ എന്തെങ്കിലും പരിഹാരമുണ്ടാവോ? ഉണ്ടാവില്ല. എന്നെ സംബന്ധിച്ച് ഇന്നിപ്പോൾ ഈ NDA-യുടെ ഒരു ഭാഗമായി മാറി. ഇന്ന് വരെ കേരളത്തിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ഒരു പള്ളികളും അമ്പലങ്ങളും ആക്രമിക്കപ്പെട്ടിട്ടില്ല, ഒരു സമുദായങ്ങളും ആക്രമിക്കപ്പെട്ടിട്ടില്ല. ഇവിടെ ഹിന്ദു ആയാലും ശരി, ക്രിസ്ത്യാനി ആയാലും ശരി, മുസ്ലിം ആയാലും ശരി, ആരും ആക്രമിക്കപ്പെട്ടിട്ടില്ല. അത് ഒരിക്കലും ഉണ്ടാവില്ല എന്നുള്ള ഉറപ്പ് എനിക്ക് നൽകാൻ സാധിക്കും. കാരണം നമ്മൾ ഒരിക്കലും ഏത് രാഷ്ട്രീയ പാർട്ടി ആയി കഴിഞ്ഞാലും അൺകണ്ടീഷണലായിട്ടാണ് ഞങ്ങൾ ഇതിലേക്ക് വന്നിരിക്കുന്നത്. അതിന്റെ അർത്ഥം അതിപ്പോ ഇനിയിപ്പോ LDF ആയാലും ശരി, UDF ആയാലും ശരി, അവർ ചെയ്യുന്ന ദുഷ്ടതരങ്ങൾ പുറത്ത് കാണിക്കുക, ജനങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരിക, തെറ്റായിട്ടുള്ള കാര്യങ്ങൾ എതിർക്കുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇപ്പോൾ താങ്കൾ ആദ്യമേ പറഞ്ഞു ഞാനൊരു വ്യവസായിയാണ്, ഞാൻ രാഷ്ട്രീയക്കാരനല്ല എന്ന്. ഈ വ്യവസായികളുടെ ഫസ്റ്റ് ചോയ്സ് എന്ന രീതിയിൽ ഇപ്പോൾ BJP കടന്നു വരുന്നുണ്ട്. അപ്പോൾ അതുകൂടിയാകില്ലേ ഈ ബന്ധം? അല്ല, ഇതിൽ വ്യവസായവും ഈ രാഷ്ട്രീയമായിട്ട് എന്താ ബന്ധമുള്ളത്? പലരും വിചാരിക്കുന്നുണ്ട് ഇതിപ്പോ ഞാൻ NDA ചേർന്ന് കഴിഞ്ഞാൽ എനിക്ക് വ്യവസായി എന്നുള്ള നിലയ്ക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാവും എന്നുള്ളത്. കാരണം ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഒരു വ്യവസായം നടത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു ലൈസൻസും ആവശ്യമില്ല. ഒരപേക്ഷ പോലും കേന്ദ്ര ഗവൺമെന്റിൽ കൊടുക്കേണ്ടതായിട്ടില്ല. ED ആര്? എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അല്ല, ഇതില് നമ്മൾ വിചാരിക്കുന്നതേ എന്തെങ്കിലും രീതിയിൽ കള്ളത്തരങ്ങൾ ചെയ്യുന്നവർക്കല്ലേ ഇങ്ങനെയുള്ള ആളുകളെ ഭയപ്പെടേണ്ട കാര്യമുള്ളൂ. ഞങ്ങളുടെ വ്യവസായം എന്നുള്ള രീതിയിൽ ഞാൻ പറയുകയാണെങ്കിൽ ഇന്ന് കേരളത്തിലല്ല, ഇന്ത്യയിൽ 100% നിയമങ്ങൾ എന്താണോ ബൈബിൾ എടുത്തു വെച്ചാൽ അത് അങ്ങനെ തന്നെ നടപ്പിലാക്കിയിരിക്കുന്ന ഒരു സ്ഥാപനമാണ് ഞങ്ങളുടെ. അതുകൊണ്ട് തന്നെയാണ് 21 കേരളത്തിലുള്ള എല്ലാ ഏജൻസികളെ വെച്ചിട്ട് പരിശോധിച്ചിട്ടും ഒരു മൈനർ മിസ്റ്റേക്ക് പോലും ഇവർക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചത് പിണറായി എന്ന്. ഇനിയിപ്പോ കേന്ദ്ര ഏജൻസി വന്നു കഴിഞ്ഞാൽ ED എന്ന് പറയുന്നത് ആര് കയറി വേണമെങ്കിലും പരിശോധിച്ചോട്ടെ. കഴിഞ്ഞ തവണ ഈ പറയുന്ന ഒരു മാസം മുമ്പ് ഞാൻ ഇതിനെപ്പറ്റി സംസാരിച്ച ED അല്ല, ഇനിയിപ്പോ ഞാൻ NDA ചേർന്നു എന്ന് വെച്ചിട്ട് നിയമവിരുദ്ധമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ED വരണമെന്ന് തന്നെയാണ് പറയുന്നത്. പരിശോധിക്കട്ടെ. കാരണം തെറ്റ് ചെയ്യുന്നവരെ സംരക്ഷിക്കുന്ന ഒരു നയമല്ല 2020-ക്കും എനിക്കുമുള്ളത്. പിണറായി വിജയൻ അത്രമാത്രം ദ്രോഹിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? ഇപ്പോ ഞാൻ ഈ നാട് വിട്ടു പോകേണ്ട സാഹചര്യം എന്തുകൊണ്ടാവുന്നത്? അതിൽ വലിയൊരു ദ്രോഹം എന്താ ഉണ്ടാകേണ്ടത്? കേരളത്തിന് 50,000 തൊഴിലുകൾ നഷ്ടപ്പെട്ടത് എന്തുകൊണ്ടാണ്? പിണറായി കാരണമാണ്. സംശയം എന്താ? അല്ലെങ്കിൽ ഇപ്പോ 1968 ഏതാണ്ട് 60 വർഷത്തോളമായിട്ട് നടക്കുന്ന സ്ഥാപനം അതുവരെ ഒരു പരാതിയുമില്ല. 21
രണ്ടാം പിണറായി സർക്കാർ വരുന്നു, എല്ലാ MLA-മാരും സത്യപ്രതിജ്ഞ ചെയ്യുന്നു. 2 ദിവസത്തിനുള്ളിൽ തുടർച്ചയായിട്ട് 1 മാസത്തേക്ക് എന്നെ റെയ്ഡ് ചെയ്യുക. മൃഗസംരക്ഷണ വകുപ്പ് ഒഴിച്ച് എല്ലാവരും എന്നെ റെയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ അർത്ഥം എന്താ? പെരിയാർ വാലി കയറി റെയ്ഡ് ചെയ്തിട്ടുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കുക. പെരിയാർ വാലിക്കും വ്യവസായമായിട്ട് എന്താ ബന്ധം? അപ്പൊ ഏതെല്ലാം രീതിയിൽ ആ സ്ഥാപനത്തെ ഇല്ലാതെയാക്കാൻ പറ്റുമോ, എന്നെ ഇല്ലാതാക്കാൻ പറ്റുമോ എന്നുള്ള അവർ ശ്രമിച്ചു. പക്ഷേ താങ്കളുമായിട്ട് നല്ല ബന്ധമുള്ളയാളായിരുന്നു പിണറായി വിജയൻ, താങ്കളുടെ കുടുംബവുമായിട്ട്. ഇവരെയൊക്കെ സംബന്ധിച്ച് അവരുടെ ഫസ്റ്റ് പ്രയോറിറ്റി രാഷ്ട്രീയമാണത്. ബന്ധം അവർക്ക് സെക്കൻഡറിയോ അല്ലെങ്കിൽ ചിലപ്പോൾ ബന്ധങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് രാഷ്ട്രീയത്തെ മുന്നിൽ കാണുന്ന ആളുകളാണ്. അപ്പൊ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി എന്ത് വൃത്തികേടുകളും അവർ ചെയ്യും. അതിന്റെ ഭാഗമായിട്ടായിരിക്കും ആ ബന്ധം ഉപേക്ഷിക്കാൻ അവർ തീരുമാനിച്ചത്. ഇപ്പോൾ വ്യവസായി എന്നതിലുപരി താങ്കൾ ഇപ്പോൾ ഒരു രാഷ്ട്രീയക്കാരനായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ രാഷ്ട്രീയത്തിൽ താങ്കളുടെ മുഖ്യ ശത്രു പിണറായി വിജയനാണോ? എന്റെ ശത്രു എന്ന് പറയുന്നത് ഈ നാടിനെ കൊള്ളയടിക്കുന്നവരൊക്കെ ശത്രുക്കളാണ്. ഇവിടുത്തെ ജനങ്ങളെ ദ്രോഹിക്കുന്ന ആരും എന്റെ ശത്രുക്കളാണ്. ഈ നാടിന്റെ അല്ലെങ്കിൽ ഇവിടുത്തെ അധ്വാനിക്കുന്നവരെ രക്തമൂറ്റി കുടിക്കുന്നവരെന്റെ ശത്രുക്കളാണ്. ഈ നാടിനെ പുറകോട്ട് വലിക്കുന്നവരെന്റെ ശത്രുക്കളാണ്. അത് പിണറായി വിജയൻ എന്നല്ല, ഏത് രാഷ്ട്രീയക്കാരനായാലും ആരായാലും ഈ നാടിനെ ദ്രോഹിക്കുന്ന, ഇവിടുത്തെ ജനങ്ങളെ ദ്രോഹിക്കുന്ന നിലപാടെടുക്കുന്നവരെ എല്ലാവരും എന്റെ ശത്രുക്കളാണ്. അതിനെ ഞാൻ എതിർക്കും. ഇപ്പോൾ തെലങ്കാനയിലേക്ക് താങ്കൾ പോയപ്പോഴും ഇപ്പോൾ BJP-യിൽ ചേരുവാനുള്ള BJP-യിൽ ചേരുകയല്ല, NDA-യുമായി ചേർന്ന് പോകുവാനുള്ള ഒരു തീരുമാനമെടുക്കുമ്പോൾ തെലങ്കാന സംസ്ഥാനത്ത് എന്തെങ്കിലും വിഷയമുണ്ടാകുമോ? അങ്ങനെ താങ്കൾ കരുതുന്നുണ്ടോ? ഇതില് ഈ കേരളം വിട്ടുകഴിഞ്ഞാൽ നമ്മൾ വേറെ ഏത് സംസ്ഥാനത്തേക്ക്, കേരളം ഒരു പ്രത്യേക രാജ്യമാണ്. ഇവിടുത്തെ രാഷ്ട്രീയം ഒരു പ്രത്യേക തരമാണത്. മറ്റ് സംസ്ഥാനങ്ങളിൽ കേരളവുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ അവിടെ ഈ നിക്ഷേപം അല്ലെങ്കിൽ വ്യവസായം രാഷ്ട്രീയമായിട്ട് കൂട്ടിക്കലർത്താറില്ല. നിക്ഷേപത്തിന് വരുന്ന ആളുകളെ, വ്യവസായികളെ അവര് ഒരു അസറ്റായിട്ടാണ് കണക്കാക്കുന്നത്. കേരളത്തിൽ മാത്രമേ ഉള്ളൂ രാഷ്ട്രീയവും വ്യവസായവും മതവും എല്ലാം കൂടി കൂട്ടിയിണക്കി അവന്റെ മതം നോക്കി, അവന്റെ വ്യവസായം നോക്കി, അവന്റെ രാഷ്ട്രീയ നിലപാടുകൾ നോക്കി ആക്രമിക്കുന്ന ഒരു നിലപാട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തെലങ്കാനയിൽ രേവന്ത് റെഡ്ഡി സർക്കാരിൽ നിന്ന് താങ്കൾ ഒരു ബുദ്ധിമുട്ടും പ്രതീക്ഷിക്കുന്നില്ല, കാരണം കോൺഗ്രസ് ആണല്ലോ ഭരിക്കുന്നത് അവിടെ. അല്ല, ഇപ്പോ ഞാൻ വ്യവസായം അങ്ങോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് BRS ആണ് അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത്. BRS മാറി കോൺഗ്രസ് വരുമ്പോൾ ഞാനിവിടെ കോൺഗ്രസുമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിന്റെ നേതാക്കന്മാരൊക്കെ എന്നെ എതിർക്കുന്ന ആളുകളാണിത്. ഇപ്പൊ എത്രയോ വർഷമായി അവർ വന്നിട്ട് അതിനേക്കാൾ നല്ല രീതിയിൽ അത് മുന്നോട്ട് പോകുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല, താങ്കൾ BJP-യോടൊപ്പമാണ്. അതുകൊണ്ടൊന്നും അവിടുത്തെ രാഷ്ട്രീയ നിലപാടുകൾ ഞാൻ പറഞ്ഞല്ലോ, ഈ കേരളം വിട്ടുകഴിഞ്ഞാൽ മറ്റ് സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ നേതാക്കന്മാരും രാഷ്ട്രീയ പാർട്ടികളും വ്യവസായികളെയും നിക്ഷേപകരെയും ആ സംസ്ഥാനത്തിന്റെ ഒരു അസറ്റായിട്ടാണ് അവർ കരുതുന്നത്. ഈ താങ്കൾക്ക് പഴയതുപോലെ കേരളത്തിൽ വ്യവസായം നടത്തുവാൻ സാധിക്കുമെന്ന് കരുതുന്നുണ്ടോ ഇപ്പോൾ ഇങ്ങനെയൊരു ബന്ധം സ്ഥാപിക്കുന്നത് വഴി? എനിക്ക് കേരളത്തിൽ അങ്ങനെ പുതുതായിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെന്റ് നടത്തണം എന്നൊരു ആഗ്രഹം ഞാൻ പണ്ടേ ഉപേക്ഷിച്ചതാണത്. ആ ഒരു തീരുമാനത്തിലാണ് പുറത്തേക്ക് പോയത്. ഇപ്പോൾ NDA-യുമായിട്ടുള്ള ഒരു അലയൻസ് എന്റെ വ്യവസായം, എന്റെ വ്യക്തിപരമായിട്ടുള്ള നേട്ടങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇപ്പോ താങ്കൾ ആദ്യം സൂചിപ്പിച്ചു, പിണറായി വിജയനുമായിട്ട് ഏറ്റവും കുടുംബ സൗഹൃദവും ഏറ്റവും അടുത്ത് പ്രവർത്തിച്ചുള്ള ഒരാളാണ് ഞാൻ. അദ്ദേഹം പറയട്ടെ, ഞാൻ ഈ 5 വർഷം അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നിട്ട് ഒരു 5 പൈസയുടെ ഏതെങ്കിലും നേട്ടം ഗവൺമെന്റിൽ നിന്നോ ആ പാർട്ടിയിൽ നിന്നോ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ളത് ഞാനോ ഞങ്ങളുടെ സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ ഈ പാർട്ടിയോ. അങ്ങനെ പറയാനായിട്ട് ഒരാൾ മാത്രമേ ഇന്ന് കേരളത്തിലുണ്ടാവുള്ളൂ. കാരണം പല വ്യവസായികളായിക്കോട്ടെ, പല ആളുകളും പല ലക്ഷ്യങ്ങളും വെച്ചാണ് രാഷ്ട്രീയ പാർട്ടികളുടെ കൂടെ കൂടുന്നത്. അങ്ങനെ ഒരു ലക്ഷ്യവും ഒരു നേട്ടവും പ്രതീക്ഷിക്കാതെ ഒരു റെക്കമെൻഡേഷൻ പോലും ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. എന്റെ സാമ്പത്തിക നേട്ടം പോയിട്ട്, എന്റെ സ്ഥാപനത്തിന്റെ നേട്ടം പോയിട്ട്, ഒരാൾക്ക് വേണ്ടിയിട്ട് ഒരു ജോലിക്ക് പോലും അല്ലെങ്കിൽ ഏതെങ്കിലും സഹായത്തിന് പോലും പറയാത്ത ഒരാളുണ്ടെങ്കിൽ ഞാൻ മാത്രമേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ, ബന്ധം മോശമായല്ലോ. നിങ്ങൾ തമ്മിൽ 5 വർഷം കൂടെ ഉണ്ടായിരുന്നപ്പോഴുള്ള കാര്യം പറയുന്നത്. 2016 മുതൽ 21 വരെ ഞാൻ ഉണ്ടായിരുന്ന സമയത്ത് ഒരു കാര്യം പോലും ചോദിക്കാത്ത, നേടാത്ത ഒരാളുണ്ടെങ്കിൽ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ അവർ പറയട്ടെ, ഞാൻ ഇന്ന കാര്യം മേടിച്ചു, ഇന്ന സഹായം ചെയ്തു, ഇന്ന കാര്യം ആവശ്യപ്പെട്ടു. അത് തന്നെയാണ് കേന്ദ്ര ഗവൺമെന്റിലും എന്റെ നിലപാട്. അപ്പോൾ എന്റെ വ്യക്തിപരമായിട്ടുള്ള നേട്ടത്തിനേക്കാൾ കൂടുതൽ ഞാൻ കാണുന്നത് ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന
പ്രത്യേകിച്ച് പ്രൈം മിനിസ്റ്റർക്കും ഹോം മിനിസ്റ്റർക്കും പ്രത്യേക താല്പര്യമുണ്ട് കേരളത്തിനോട്. കേരളം ഇതേ രീതിയിൽ നശിച്ചു പോകുന്നത് കൊണ്ട് ഏറ്റവും കൂടുതൽ കൺസേൺ ആയിട്ടുള്ള രണ്ട് വ്യക്തികളാണ് പ്രൈം മിനിസ്റ്ററും ഹോം മിനിസ്റ്ററും. അവരുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിരുന്നു താങ്കൾ? അതെല്ലാം നിൽക്കട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഇവിടെ ആരുമായിട്ട് ചർച്ച നടത്തി ആരുമായിട്ട് കണ്ടു. പക്ഷെ ഇതെല്ലാം നടന്നത് ഈ നമ്മുടെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രമാണത്. കാരണം നമുക്കറിയാലോ, നമുക്ക് ഇന്നിപ്പോ നമ്മുടെ സാങ്കേതിക വിദ്യ, ഇന്റലിജൻസ്, ഇതെല്ലാം ഇതനുസരിച്ച് ഇവരൊക്കെ ആരെങ്കിലുമൊക്കെ കാണണം എന്നുണ്ടെങ്കിൽ വ്യക്തമായിട്ടുള്ള റെക്കോർഡുകളും എല്ലാവർക്കും അറിയാൻ സാധിക്കും. സുതാര്യമായിരിക്കും അത്. അപ്പോൾ കണ്ടിട്ടുണ്ടെന്ന് പറയും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പൊ ഇവിടെ എനിക്ക് വെളിപ്പെടുത്താൻ സാധിക്കില്ല. താങ്കളുടെ പാർട്ടിയിലുള്ളവർക്ക് ഈ ബന്ധത്തോട് താല്പര്യമുണ്ടോ? 99% ആളുകളും അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതാണ്. ഞങ്ങളിത് പെട്ടെന്ന്, വളരെ പെട്ടെന്ന് ഈ എടുത്തൊരു തീരുമാനമല്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ നിയോജക മണ്ഡലം കമ്മിറ്റികളിലും ജില്ലാ കമ്മിറ്റികളിലും സംസ്ഥാന കമ്മിറ്റികളിലും എല്ലാം ചർച്ച ചെയ്ത് അഭിപ്രായങ്ങൾ ആരാഞ്ഞിട്ടുണ്ട്. വിയോജിപ്പുള്ള ആളുകളുണ്ട്. ഇപ്പൊ നമുക്ക് ഏതായാലും 100% ആളുകളൊന്നും ഒരു പാർട്ടിയിലും അങ്ങനെ അനുകൂലിക്കില്ല. പക്ഷെ ഭൂരിഭാഗം ആളുകളും അതിൽ യുക്തമായുള്ള തീരുമാനമെടുക്കാനായിട്ട് എന്നെ ചുമതലപ്പെടുത്തുകയും അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് ഈ പറയുന്ന മൈനോറിറ്റി ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ള പിന്തുണ അതിപ്പോഴും താങ്കൾക്ക് കിട്ടുന്നുണ്ടല്ലോ, താങ്കളുടെ പാർട്ടിക്ക് കിട്ടുന്നുണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ ഇത്രയും വലിയ വിജയം പഞ്ചായത്തുകളിൽ നേടാൻ കഴിയുന്നത്. അവർ അകന്നു പോകുമെന്നുള്ള ഒരു ഭയം താങ്കൾക്കില്ല? ഇല്ല, ഇതിനകത്തെ ഈ NDA, ഞാൻ BJPയിലല്ല ചേർന്നിരിക്കുന്നത്, NDAയിലാണ്. NDA എന്ന് പറയുന്ന ഒരു മുന്നണിയാണത്. അവിടെ ഈ പറയുന്ന മാതിരി നമ്മൾക്ക് അങ്ങനെ കരാറുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഗതികളൊന്നുമില്ല. എന്റെ ലക്ഷ്യം ഇപ്പോ ഈ കേരളത്തിൽ എന്തുകൊണ്ട്, ഇപ്പോ ഞാൻ പറഞ്ഞു പ്രധാനമന്ത്രിയും ഹോം മിനിസ്റ്ററും ഇവർ രണ്ടുപേർക്കും ഈ കേരളത്തിനെ രക്ഷപ്പെടുത്തിക്കൊണ്ടുവരുന്നുണ്ട്. എന്തുകൊണ്ട് അത് ഉപയോഗിച്ചുകൂടാ നമുക്കത്? ഇപ്പോൾ ആന്ധ്ര സൗത്തിലെ ഏറ്റവും വലിയ ഒരു ഡെവലപ്മെന്റ് നടക്കുന്ന ഒരു സംസ്ഥാനമായി മാറി. എന്തുകൊണ്ടാണത്? അവര് ആന്ധ്ര NDAയുടെ കൂടെ കൂടി അവരെ കൂടെ നിന്നു. അപ്പോൾ 10,000 കോടി രൂപയുടെ നിക്ഷേപങ്ങളാണ് വരുന്നത്. ഒരുപക്ഷെ സൗത്തിലെ തന്നെ ഏറ്റവും ഡെവലപ്മെന്റ് വരുന്ന ഒരു സംസ്ഥാനമായിട്ട് ആന്ധ്ര മാറും. എന്റെ ലക്ഷ്യവും അത് തന്നെയാണ്. ഇവര് ആന്ധ്രയിനേക്കാൾ കൂടുതൽ താല്പര്യം പ്രൈം മിനിസ്റ്റർക്കും ഹോം മിനിസ്റ്റർക്കും കേരളത്തിന്റെ കാര്യത്തിലുണ്ട്. കൺസേൺ ആണത്. അവരെന്തും ചെയ്യാനായിട്ടുള്ള സന്നദ്ധതയുണ്ടത്. അപ്പോ ഈ കടന്നുവരവിലൂടെ എന്തുകൊണ്ട് നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൂടാ? ഈ കേരളത്തെ എന്തുകൊണ്ട് രക്ഷപ്പെടുത്തിക്കൂടാ? ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ എന്തായാലും ഒന്നുകിൽ LDF അല്ലെങ്കിൽ UDF ഇവരെല്ലാം അധികാരത്തിൽ വരികയുള്ളൂ എന്ന് നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കും? അല്ല, കേരളത്തിൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ സ്ഥിതി അനുസരിച്ച് അങ്ങനെയാണ്. അതിനൊക്കെ മാറ്റങ്ങൾ ഓരോ ദിവസവും വരികയാണല്ലോ. ഇന്നിപ്പോ ഇങ്ങനെ ഒരു അലയൻസ് കേരളം പ്രതീക്ഷിച്ചിരുന്നല്ലോ, ഒരാൾ പോലും അറിഞ്ഞില്ലല്ലോ. വളരെ അപ്രതീക്ഷിതമായിട്ടല്ലേ ഇന്ന് ഇങ്ങനെ ഒരു സംഭവം? ഞങ്ങൾ നേരത്തെ വാർത്ത കൊടുത്തിരുന്നു അന്ന്, പക്ഷെ താങ്കൾ നിഷേധിച്ചിരുന്നു അത്. ന്യൂസ് 18 എന്നെ ഇന്റർവ്യൂ ചെയ്യാണ്. എന്തുകൊണ്ട് അല്ലെങ്കിൽ BJPയെ താങ്കൾ കുറ്റം പറയുന്നില്ല? അത് കഴിഞ്ഞിട്ട് ന്യൂസ് 18 തന്നെ പറഞ്ഞു ഞാൻ ഇവരുമായിട്ട് ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത്. തികച്ചും അടിസ്ഥാനരഹിതമായിട്ടുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ പറഞ്ഞത്? കാരണം നമ്മൾ പറയുമ്പോൾ, ഞാൻ ആ കാര്യത്തിനെ പറ്റി ഞാൻ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പറയുമ്പോൾ ഞങ്ങൾ ഇന്ന ആളുമായിട്ട് ചർച്ച ചെയ്തു, ഇന്ന പാർട്ടി പ്രസിഡന്റ്, ജില്ലാ പ്രസിഡന്റ് അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് ചർച്ച നടത്തിയാൽ അത് അന്തസ്സോടെ, കാരണം ഞാൻ ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല. എനിക്ക് ചർച്ച നടത്തുന്നതിന് ആരുടെയും പെർമിഷനും ആവശ്യമില്ല. നമ്മൾ ഒരു കാര്യമുണ്ടെന്നുണ്ടെങ്കിൽ ചർച്ച നടത്തി എന്ന് പറയും. അതില്ലാത്തൊരു കാര്യം ശുഭമായി പരിവസിച്ചു. അല്ല, അതുമായിട്ട് ബന്ധപ്പെട്ടല്ല. അതുകൊണ്ടല്ല. ഞാൻ പറഞ്ഞല്ലോ, ഈ LDFും UDFും ഇവരെല്ലാവരും കൂടി കൂടിയിട്ട് എന്നെ ഈ ഭൂമുഖത്ത് തന്നെ തുടച്ചു നിൽക്കാനായിട്ടുള്ള ശ്രമം നടത്തിയപ്പോ വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറായില്ല. ഒരു പക്ഷേ ഇന്ന് NDAയുമായിട്ടുള്ള ഒരു സഖ്യമുണ്ടായത് തന്നെ ഈ പറയുന്ന ഇവരുടെ ഈ നിയമവിരുദ്ധമായിട്ടുള്ള ഈ ഒരു എന്നെ ആക്രമിച്ചില്ലാതെയാക്കാനായിട്ടുള്ള ശ്രമമാണ്. പക്ഷെ ഞാൻ പറയട്ടെ, ഇപ്പോൾ കോൺഗ്രസ് ആണ്, CPM ആണ്, ആരാണെങ്കിലും താങ്കൾ അവരെ സമീപിക്കുകയോ അല്ലെങ്കിൽ താങ്കൾ ഒരു സന്ദേശം കൊടുത്താൽ തന്നെ അവർ ഓടി വരുമായിരുന്നു. 2021 അങ്ങനെ സംഭവിച്ചു എന്നല്ലേ പറയുന്നത്? എന്നാൽ പിന്നെ താങ്കൾക്ക് അങ്ങനെ ഒരു വഴി എന്തുകൊണ്ട് തേടാൻ തോന്നിയില്ല എന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ. ആശയപരമായിട്ട് യോജിക്കട്ടെ, ഏത് രാഷ്ട്രീയ പാർട്ടിയോടും കൂടുക എന്നുള്ളൊരു നിലപാടല്ല ഞങ്ങൾ എടുത്തിരിക്കുന്നത്. ഇന്നും ഞാൻ പറയുന്നു, ഞങ്ങൾ BJPയുമായിട്ടൊരു സഖ്യമുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇന്ത്യ ഭരിക്കുന്ന, ഇന്ന് കേരളത്തിനെ രക്ഷിക്കാൻ പറ്റുന്ന ഒരു
സഖ്യമായിട്ടാണ് ഞങ്ങൾ കൂടിയിരിക്കുന്നത്. ഈ ക്രൈസ്തവ സമുദായത്തിന്റെ ഒരു പിന്തുണ അങ്ങനെ അത് താങ്കൾ എങ്ങനെയാണ് കാണുന്നത് ഇതിനെ? കാരണം ഇപ്പോൾ സഭയുടെ പിന്തുണ എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമല്ലേ. ഇപ്പോൾ സഭകൾ പറയുന്നത് വിശ്വാസികൾ കേൾക്കണമെന്നില്ല. പക്ഷേ എങ്കിലും ഈ സഭയുടെ ഒരു നിലപാട്, താങ്കളും സഭയോട് ചേർന്ന് നിൽക്കുന്ന ഒരാൾ തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിലെ നമുക്ക് രാഷ്ട്രീയവും ഇങ്ങനെയുള്ള മതവുമായിട്ട് കൂട്ടിയിണക്കേണ്ട കാര്യമില്ല. രാഷ്ട്രീയം രാഷ്ട്രീയത്തിന്റെ രീതിയിൽ പോകണം, മതം മതത്തിന്റെ രീതിയിൽ പോകട്ടെ. ഞാനിപ്പോൾ ഇത് ഇന്ന വിഭാഗത്തിന്റെ വോട്ട് പിടിക്കാനോ ഇന്ന വിഭാഗത്തെ ഇല്ലാതെയാക്കാനോ ഇന്ന വിഭാഗത്തെ ദ്രോഹിക്കാനോ രക്ഷിക്കാനോ ഒന്നുമല്ല. എന്റെ ഉദ്ദേശം കേരളത്തെ രക്ഷിക്കുക, കേരളത്തിയിട്ട് വികസനം കൊണ്ടുവരിക, കേരളം ഇന്ത്യയിലെ തന്നെ ഏറ്റവും നമ്പർ 1 സ്റ്റേറ്റ് ആയിട്ട് കൊണ്ടുവരിക. അത് മാത്രമേ എന്റെ ലക്ഷ്യമുള്ളൂ. അല്ലാതെ അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായുള്ള രാഷ്ട്രീയ പാർട്ടികൾ അങ്ങനെ ചിന്തിക്കും, ആ രീതിയിലേക്ക് അവരുടെ ചിന്ത പോകും. അതാണല്ലോ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എല്ലാവരും ഇവിടെ സംസാരിക്കുന്നത്. എന്താ? വർഗീയതയാണത്. ഞങ്ങൾ ഒരിക്കലും വർഗീയത സംസാരിച്ചിട്ടില്ല, ഞങ്ങൾ അതിനെതിരാണത്. ഇവിടുത്തെ എല്ലാ ജനങ്ങളെയും ഒരേപോലെ കണ്ടുകൊണ്ട് ഒരക്ഷരം ഒരു വിഭാഗത്തിനും എതിരെയും സംസാരിക്കുന്ന ഒരു പാർട്ടി ഉണ്ടെങ്കിൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഏത് സീറ്റുകളിൽ വിജയ സാധ്യതയുണ്ട് ഇപ്പോൾ? അല്ല, അങ്ങനെ ഈ ഒരു സീറ്റിനെ പറ്റിയോ, സാധാരണ എല്ലാവരും ഇങ്ങനെയുള്ള ഈ ചർച്ചകൾ നടക്കുമ്പോൾ ആദ്യം ചോദിക്കുന്നത് എന്താണ്? എത്ര സീറ്റുകൾ ഞങ്ങൾക്ക് തരും, അല്ലെങ്കിൽ എന്ത് സ്ഥാനങ്ങൾ ഞങ്ങൾക്ക് തരും? അങ്ങനെ ഒരു ചർച്ചയും നടന്നിട്ടില്ല. അൺകണ്ടീഷണലായിട്ട് ഒരു സീറ്റ് ഞങ്ങൾ ചോദിച്ചില്ല, അങ്ങനെ ഒരു ചർച്ച നടന്നിട്ടില്ല. പക്ഷേ NDAയിൽ അങ്ങനെ ഒരു തർക്കമുണ്ടാവില്ല. വിജയസാധ്യത നോക്കി, അതായത് മറ്റ് LDFും UDFും മാതിരി ഈ സീറ്റ് വീതം വെച്ചുകൊണ്ട് ഉള്ള ഒരു തീരുമാനം NDAയിൽ ഉണ്ടാവില്ല. ഏത് സീറ്റുകളിൽ ആര് നിന്നാലാണ് വിജയിക്കുക എന്ന് പഠിച്ച് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ആളുകളെ പോസ്റ്റ് ചെയ്യും. എന്തായാലും കുന്നത്തുനാട് നിങ്ങൾക്ക് വിജയസാധ്യതയുള്ള ഒരു സീറ്റാണല്ലോ. അല്ല, ഏത് വിജയസാധ്യത ഉണ്ടെങ്കിലും അവിടെ ആരെ നിർത്തണം, എന്ത് നിർത്തണം എന്നുള്ളത് NDA ഒന്നിച്ചിരുന്ന് എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് ആലോചിച്ച് തീരുമാനിക്കേണ്ടതാണ്. അത് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള തീരുമാനമായിട്ട് ഇനി മാറ്റാൻ സാധിക്കും. ഈ താങ്കളുടെ വ്യക്തിപരമായ ഒരു കാര്യം പറ്റില്ല, പക്ഷേ അവിടുത്തെ MLA, നിലവിലെ MLA ആയ ശ്രീനിജിനുമായിട്ട് വ്യക്തിപരമായിട്ട് ചില പ്രശ്നങ്ങൾ താങ്കൾക്കുണ്ട് എന്ന് തോന്നുന്നു അല്ലേ? അല്ല, നമുക്ക് ഞാൻ പറഞ്ഞു, രാഷ്ട്രീയപരമായിട്ട് അടുപ്പമുണ്ട്, അകലമുണ്ട്, ഇഷ്ടമില്ലാത്ത ആളുകളുണ്ട്. അതൊന്നും ഇതിലേക്ക് കൂട്ടിക്കൊണ്ടുവരേണ്ട കാര്യമില്ല. ഞങ്ങൾ ഇതിനെ രാഷ്ട്രീയപരമായിട്ടാണ് കാണുന്നത്. ഈ അലയൻസും രാഷ്ട്രീയപരമായിട്ടാണ് കാണുന്നത്. അപ്പൊ ഇതില് ഞങ്ങളുടെ ലക്ഷ്യം, ഞാൻ വീണ്ടും പറയാണ്, കേരളത്തെ രക്ഷിച്ചെടുക്കുക. പക്ഷെ താങ്കളുടെ ഈ പാർട്ടിയുടെ ലക്ഷ്യത്തിൽ നിന്ന് വേർവിട്ടുകൊണ്ടാണ് ഇങ്ങനെ ഒരു അലയൻസ് എന്ന് ആരോപണം വരും? ഒരിക്കലുമല്ല. കാരണം ഞങ്ങൾ മുന്നോട്ട് വെച്ച വികസന കാഴ്ചപ്പാട് അതേ രീതിയിൽ ഇന്ത്യയിൽ ഒട്ടാകെ നടപ്പിലാക്കിയിരിക്കുന്ന പാർട്ടിയാണ് BJP, NDA. അതുകൊണ്ട് അതുമായിട്ട് ഞങ്ങളുടെ ആശയവുമായിട്ട് യോജിച്ച് പോകുന്ന ഒരു മുന്നണി ആയതുകൊണ്ടാണ് ഞങ്ങളിതിൽ കൂടിയത്. അതിനപ്പോ തിരിച്ച് ആരും ചിന്തിക്കേണ്ട കാര്യമില്ല. ശരി, നന്ദി ഇത്രയും സമയം ചെലവഴിച്ചു.